Golden Gate by Alistair MacLean. പ്രസിഡന്റിന്റെ ബസിന്റെ അകത്തുനിന്ന് വിയർത്ത് വലിച്ചിറങ്ങി വന്ന ബ്രാൻസന്റെ അടുത്തേക്ക് ഗിസ്കാർഡ് വേഗം ചെന്നു. ബ്രാൻസൺ ഫോണിൽ കൂടെ കേട്ട കാര്യങ്ങളെല്ലാം ഗിസ്കാർഡിനോട് പറഞ്ഞു. ഗിസ്കാർഡ് പറഞ്ഞു, മിക്കവാറും FBI ഏജൻസ് ചെന്ന് അയാളെ ഭീഷണിപ്പെടുത്തി കാണും. ബ്രാൻസൺ ഗിസ്കാർഡിനെ ഒന്നും പറയാതെ ഇങ്ങനെ നോക്കി. ഗിസ്കാർഡ് വീണ്ടും പറഞ്ഞു, ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ ക്യൂബയിലേക്ക് പോകാം സർ. അപ്പോൾ ബ്രാൻസൺ ആകാംക്ഷയോടെ നോക്കുകയാണ്. ക്യൂബയാകുമ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ നമ്മളെ ശക്തമായി സപ്പോർട്ട് ചെയ്യും. ഫിഡൽ കാസ്ട്രോ നമ്മളെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും. TV ക്യാമറയുടെ മുമ്പിൽ നിന്നൊന്ന് കരയുകയും ചെയ്യും. എനിക്ക് അമേരിക്കൻ പ്രസിഡന്റിനെ സഹായിക്കണമെന്നുണ്ട്, പക്ഷേ ഈ ഒരു അവസ്ഥയിൽ എന്തു ചെയ്യാം, അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ അപകടത്തിലായിപ്പോവും എന്നും പറഞ്ഞ് കരഞ്ഞ് നമ്മളെ വന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും തരും. അമേരിക്കയായിട്ട് വളരെ കാലങ്ങളായിട്ട് ശത്രുതയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് ക്യൂബ. അമേരിക്കയുടെ തൊട്ടടുത്ത് തന്നെയാണ്. എന്തായാലും ഇപ്പോൾ എല്ലാം തീർന്ന് തകർന്ന തരിപ്പണായി ഇത്രയും കാലം ഭരിച്ച് മാത്രമല്ല USSR ക്യൂബയ്ക്ക് നല്ല സപ്പോർട്ട് കൊടുക്കും. അതുകൊണ്ട് അമേരിക്ക ഒരിക്കലും ക്യൂബയെ അറ്റാക്ക് ചെയ്യാൻ ധൈര്യപ്പെടില്ല. ഇപ്പം അതും കഴിഞ്ഞല്ലോ. USSRും കമ്മ്യൂണിസം എല്ലാം പോയി നല്ല വഴിക്ക് വന്നു. ബ്രാൻസൺ ടെൻഷനൊക്കെ മറന്ന് ഒന്ന് ഉഷാറായി. ശരി, നമുക്ക് അടുത്ത ഷോ 9 മണിക്ക് ആരംഭിക്കണം. TV വാനൊക്കെ വരാനുള്ള ഏർപ്പാട് ചെയ്യും. 9 മണിയായപ്പോൾ TV വാനെല്ലാം വന്നു. ബ്രാൻസന്റെ 2 അനുയായികൾ ബോയാർഡും ബാർലറ്റും നമ്മൾ തലേ ദിവസം കണ്ട രീതിയിലുള്ള ആ ഒരു ചെറിയ ഇലക്ട്രിക് കാറ് ബസ്സിൻ്റെ പുറകിൽ നിന്നിറക്കി. കഴിഞ്ഞ ദിവസം ഉള്ളതുപോലെ തന്നെ എക്സ്പ്ലോസീവ്സ് കഴിഞ്ഞ ദിവസം കുറേ അവിടെ പിടിപ്പിച്ചിരുന്നതാണ്. അത് മുഴുവൻ എയർഫോഴ്സ് കമാൻഡോസ് ഡീആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ അത് ഇവർക്കറിയില്ല. ഇനി കൂടുതലായി എക്സ്പ്ലോസീവ്സ് പിടിച്ച് ഞാൻ ഇനിയും കൂടുതൽ പാലം തകർക്കാൻ സജ്ജനായിരിക്കുകയാണ് എന്ന് ലോകത്തിനെ കാണിക്കാനുള്ള ശ്രമത്തിലാണ് ബ്രാൻസൺ. ആ വാഹനം സൗത്ത് ടവറിൻ്റെ അടുത്തെത്തി. സൗത്ത് ടവറിൽ നിന്ന് മുകളിലേക്ക് കയറുന്ന ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല. സെറ്റ് എടുത്തു. ബ്രാൻസനെ വിളിച്ചു, സാർ ലിഫ്റ്റ് ഇവിടെ വർക്ക് ചെയ്യുന്നില്ല. ബ്രാൻസൺ വീണ്ടും പ്രസിഡന്റിൻ്റെ ബസ്സിൻ്റെ അകത്ത് കയറി പോലീസ് ചീഫിനെ വിളിച്ചു. ഇതെന്താ സൗത്ത് ടവറിൽ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല? അത് ഇന്നലെ രാത്രിയത്തെ ലൈറ്റ്നിങ്ങിൽ പോയതായിരിക്കും. വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ 2 ആൾക്കാരുണ്ട് എന്നുള്ളത് സത്യമാണ്. ഇനിയിപ്പോൾ അവരെ കണ്ടാൽ തന്നെ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്ന് ഇവർ വിചാരിച്ചോളൂ. ബ്രാൻസൺ വയർലെസ് എടുത്തു. തിരിച്ചവരോട് പറഞ്ഞു, ലിഫ്റ്റ് തൽക്കാലം കേടാണ്, നിങ്ങൾ ടവറിൽ സ്റ്റെപ്പ് വഴി കയറേണ്ടി വരും. ബാർലറ്റ് പറഞ്ഞു, ഇത്ര ഉയരത്തിലേക്കോ? എവറസ്റ്റ് ഒന്നും അല്ലല്ലോ, ഇത്രയല്ലേ ഉള്ളൂ, വേറെ വഴിയില്ല നമുക്ക് തൽക്കാലം. അവരൊരു വിധം സ്റ്റെയർ കേസ് വഴി നടന്ന് മുകളിലെത്തിയപ്പോൾ അവരെയും കാത്ത് സൈലൻസർ പിടിച്ചൊരു പിസ്റ്റളുമായി എയർഫോഴ്സ് കമാൻഡോ കാർ മോഡിൽ നിൽപ്പുണ്ടായിരുന്നു. ഈ സമയം ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് രാവിലത്തെ ഒരു ഇളം വെയിലിലെങ്ങനെ കുളിച്ച് മനോഹരമായി നിൽക്കുകയാണ്. ജേർണലിസ്റ്റുകളെല്ലാം ബസ്സിൻ്റെ പുറത്താണ്, ഒരാളൊഴികെ. അതുപോലെ റബ്സൺ ബസ്സിൻ്റെ അകത്തുണ്ട്. അദ്ദേഹം ഫ്രണ്ടിലെ സീറ്റിലേക്ക് തല മുട്ടിച്ച് ഇങ്ങനെ കുനിഞ്ഞിരിക്കുകയാണ്. കാണുന്നവർക്ക് അങ്ങനെയാണ് തോന്നുക. ഒരു ഗാർഡ് അതിൻ്റെ അകത്തുണ്ട്, മെഷീൻ ഗണ്ണുമൊക്കെ പിടിച്ചോണ്ട്. മറ്റാരുമില്ല. അയാൾ ഡ്രൈവർ സീറ്റിൻ്റെ തൊട്ടടുത്ത സീറ്റിൽ അലസമായി അങ്ങനെ ഇരിപ്പുണ്ട്. ഇടയ്ക്ക് അയാൾ തിരിഞ്ഞ് റബ്സനെ നോക്കുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ തലയും കുനിച്ച് അവിടെ ഇരിക്കുന്ന റബ്സനെയാണ് കാണുന്നത്. ഉറങ്ങുകയായിരിക്കും എന്ന് ഗാർഡും വിചാരിച്ചു. വാസ്തവത്തിൽ റബ്സൻ ഉറങ്ങുകയായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ 2 മുട്ടുകൾക്കിടയിൽ ആ ക്യാമറ തലതിരിച്ച് പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ബോട്ടം ക്യാപ്പ് ഊരിയിട്ടുണ്ട്. ആ ട്രാൻസ് റിസീവറിലൂടെ അദ്ദേഹം കമ്മ്യൂണിക്കേഷൻ വാനിലിരിക്കുന്ന ഹാഗൻ ബാക്കുമായി സംസാരിക്കുകയായിരുന്നു.
വളരെ പതിഞ്ഞ സ്വരത്തിൽ റബ്സൺ പറഞ്ഞു, സൗത്ത് ടവറിൽ ഇപ്പോൾ ആരൊക്കെ ഉണ്ട് സാർ? ഹാഗൻബാക്ക് പറഞ്ഞു, കാർമോഡിയും റോഗേഴ്സും. വളരെ നല്ല കാര്യം. അവരെ റബ്സന് നേരിട്ടറിയാം. വളരെ എഫിഷ്യൻ്റായിട്ടുള്ള 2 കമാൻഡോസാണ്. അവർക്ക് ഇനി തിരിച്ചു പോവാൻ വഴിയൊരുക്കണ്ടേ? സാറ് നേവി ചീഫിനൊന്ന് ഹാഗൻബാക്ക് വയർലെസ് സെറ്റ് നേവി ചീഫിനും എടുത്തു. സാർ, നേവിയിൽ സൈലൻ്റ് ആയിട്ടുള്ള ചെറിയ ബോട്ടുകളുണ്ടോ? ന്യൂസം പറഞ്ഞു, ഉണ്ട്, ഇലക്ട്രിക് ബോട്ടുകൾ തന്നെ ഉണ്ട്. നല്ല കാര്യം. ഒരു ബോട്ട് സൗത്ത് ടവറിൻ്റെ താഴെ, ആ ടവർ നദിയിൽ ടച്ച് ചെയ്യുന്ന ഭാഗത്തേക്ക് അയക്കുക. അതിൽ ആവശ്യത്തിന് കയറും മറ്റ് സംവിധാനങ്ങളും ഉണ്ടായിരിക്കണം. ബാക്കി അവർക്കറിയാം. അതായത് കാർമോഡിയും റോഗേഴ്സിനെയാണ് റബ്സൺ ഉദ്ദേശിക്കുന്നത്. തിരിച്ച് വയർലെസ് സെറ്റ് ഹാഗൻബാക്ക് വാങ്ങിച്ചു. അപ്പോൾ റബ്സൺ ചോദിച്ചു, CUB എന്തായി സാർ? CUB എക്സ്പേർട്സ് അത്ര ധൈര്യം പറയുന്നില്ല. റബ്സൺ പറഞ്ഞു, ഞാൻ നോക്കിയിട്ട് വേറെ വഴിയില്ല, തൽക്കാലം അത് ഉപയോഗിച്ചേ പറ്റൂ. അത് ഇപ്പോൾ വേണ്ട, വെയിൽ നല്ലപോലെ കൂടിക്കഴിയുന്ന സമയത്ത്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഇടയിൽ ബ്രാൻസൻ്റെ ഒരു TV ഷോയും കൂടി കാണും. TV ഷോ കഴിയുമ്പോൾ ജേർണലിസ്റ്റുകളെല്ലാം ബസ്സിൻ്റെ അകത്ത് കയറും. കാരണം അവർക്ക് റിപ്പോർട്ട് എഴുതണം. ആ സമയത്ത് ഓപ്പറേറ്റ് ചെയ്താൽ മതി. ബ്രാൻസൺ ക്രൈസ്ലറെ വിളിച്ചു, അതെ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രസിഡൻറ്റിൻ്റെ ബസ്സിൻ്റെ അകത്ത് കയറി മതിയായി. ഇപ്പം അവരെല്ലാം എന്നെ ഒരു ചെറിയ പരിഹാസത്തോടെയാണ് നോക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരു ലൈന് എൻ്റെ ബസ്സിലേക്ക് കണക്ഷൻ കിട്ടണം. പുറം ലോകമായിട്ട് വിളിക്കാനുള്ള സംവിധാനം ബ്രാൻസന് നേരത്തെ ഉണ്ട്. 3 റേഡിയോ ടെലിഫോൺസ് ബസ്സിൻ്റെ അകത്തുണ്ട്. പക്ഷേ പോലീസ് ചീഫിൻ്റെ കമ്മ്യൂണിക്കേഷൻ ബാൻഡിലേക്ക് കണക്ട് ചെയ്യുന്ന സംവിധാനം അവിടെ ഇല്ല. ക്രൈസ്ലർ പറഞ്ഞു, അതിനിപ്പോൾ ടെലിഫോൺ എക്സ്ചേഞ്ചിലേക്ക് വിളിക്കേണ്ടി വരും. അതൊക്കെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, പോലീസ് ചീഫിനെ തന്നെ വിളിച്ചാൽ മതി, അയാൾ വേണ്ടി ചെയ്തു തരും. ശരി സാർ. ആ സമയമായിരിക്കും TV വാനുകൾ അവിടെ എത്തി. ബ്രാൻസൺ മൈക്രോഫോൺ കയ്യിലെടുത്തു. സമയം 9 മണി. ബ്രാൻസൺ ആത്മവിശ്വാസത്തോടെ അനൗൺസ് ചെയ്യുകയാണ്, ലോകം മുഴുവൻ കേൾക്കുകയാണ്. ഇന്നലെ നമ്മൾ കണ്ട ഷോയുടെ ബാക്കി ചിലത് ഇന്ന് കാണാം. ഏതാനും നിമിഷങ്ങൾക്കകം നിങ്ങൾ സൗത്ത് ടവറിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ കാണാൻ പോവുകയാണ്. അപ്പം എല്ലാവരും ആകാംക്ഷയോടെ TV സെറ്റുകളിൽ നോക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നലെ എക്സ്പ്ലോസീവ്സ് അവിടെ പ്ലാൻ ചെയ്യുന്നത് കണ്ടു. ഇനി അതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ അതേപോലത്തെ എക്സ്പ്ലോസീവ്സായിട്ട് പോകുന്നു പാലത്തിലുള്ളവർക്കറിയാം. അങ്ങനെ ക്യാമറ സൗത്ത് ടവറിലേക്ക് ഫോക്കസ് ചെയ്തു. പക്ഷേ അവിടെ ബാർലറ്റിനെയും കൂട്ടാളിയെയും കാണാനില്ല. വീണ്ടും ബ്രാൻസൺ പറഞ്ഞു, ഒരു ചെറിയ ഡിലേ, കാരണം അവിടെ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് നടന്ന് മുകളിൽ കയറി എത്താൻ ഇത്തിരി സമയം, അത്രേ ഉള്ളൂ. ഉടനെ തന്നെ ഷോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. വീണ്ടും ഏകദേശം 15 മിനിറ്റോളം കഴിഞ്ഞു. അവരുടെ യാതൊരു ലക്ഷണവുമില്ല. ഈ സമയത്ത് പോലീസ് ചീഫ് ബ്രാൻസനെ വിളിച്ചു. ഒരു എക്സ്ട്രാ ടെലിഫോൺ ബ്രാൻസൺ ഇരിക്കുന്ന ആ സീറ്റിൻ്റെ അടുത്ത്, TV സെറ്റിൻ്റെ അടുത്തായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ബ്രാൻസൺ ഫോൺ എടുത്തു. ഹെൻഡ്രിക്സ് പറഞ്ഞു, ലിഫ്റ്റ് റെഡി ആയിട്ടുണ്ട്. ബ്രാൻസൺ മറ്റ് 2 അനുയായികളെ വിളിച്ചു. റസ്റ്റൻ, ഹാരിയറ്റ്, നിങ്ങൾ വേഗം സൗത്ത് ടവറിലേക്ക് പോവുക. നമ്മുടെ ലോഡ് അവിടെ താഴെയുണ്ട്. ബാർലറ്റും ബോയാടും മുകളിലേക്ക് കയറിയിട്ടുണ്ട്. പക്ഷെ അവർ നടന്നാണ് കയറുന്നത്. എനിക്ക് തോന്നുന്നു അവർ അങ്ങ് മുകളിലെത്തി ചിലപ്പോൾ ക്ഷീണിച്ച് കാണും. നിങ്ങൾ വേഗം മുകളിൽ ചെന്ന് നമ്മുടെ ഇന്നലത്തെ പെർഫോമൻസ് ആവർത്തിക്കുക. അങ്ങനെ റസ്റ്റനും ഹാരിയറ്റും അവിടെ എത്തി. അവർ ലിഫ്റ്റ് വഴി മുകളിൽ കയറി ആ എക്സ്പ്ലോസീവ്സ് നമ്മൾ ഇന്നലെ കണ്ട രീതിയിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്തു. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുന്നവർ കാണുന്നത് അവരുടെ നേരേക്ക് സൈലൻസർ ഘടിപ്പിച്ച പിസ്റ്റളും ചൂണ്ടി നിൽക്കുന്ന കാർമോഡിയെയും കൂട്ടാളിയെയാണ്. അവരൊരു തമാശ രീതിയിൽ പറയുകയാണ്, ഇനിയിപ്പോൾ അതും കൂടി ഞങ്ങൾ ഡീആക്ടിവേറ്റ് ചെയ്യണം. വല്ലാത്ത കഷ്ടം തന്നെ.
പറയുന്നതിനിടയിൽ റോഗേഴ്സ് ഒരു കയറെടുത്തു, ആ രണ്ടുപേരെയും നല്ല ഭദ്രമായിട്ട് കൂട്ടിക്കെട്ടി നേരത്തെ അവിടെ നിന്നിരുന്ന ബാർലറ്റിൻ്റെയും ബോയാർഡിൻ്റെയും അടുത്ത് കൊണ്ടുവന്ന് ആ സമയത്ത് റോഗേഴ്സ് ആ എക്സ്പ്ലോസീവ്സ് ഡീആക്ടിവേറ്റ് ചെയ്യുന്ന ജോലികൾ ആരംഭിച്ചു. ഈ സമയമാകുമ്പോഴേക്കും ഒരു മിസ്റ്റ് വന്ന് സൗത്ത് ടവർ കവർ ചെയ്തിരുന്നു. അതുകൊണ്ട് ആ ഡീആക്ടിവേറ്റ് ചെയ്യുന്ന ജോലി ക്യാമറയ്ക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അധികം വൈകാതെ തന്നെ ആ മിസ്റ്റിൻ്റെ മറവിൽ അവർ കയറിൽ തൂക്കി ആ 4 പേരെയും താഴേക്ക് ഇറക്കി. പിന്നെ അവർ ഇറങ്ങി താഴെ കാത്തു വന്നിരുന്ന നേവിയുടെ ബോട്ടിൽ അവർ അവിടെ ഒന്ന് നീങ്ങി. ബ്രാൻസൺ ഫോണിൽ കൂടെ അനൗൺസ് ചെയ്യുകയാണ്, സോറി, മിസ്റ്റ് കാരണം നമുക്ക് സൗത്ത് ടവർ ക്ലിയർ ആവുന്നില്ല, എല്ലാവരും കുറച്ചു നേരം ക്ഷമിക്കുക. ലോകം മുഴുവൻ വീണ്ടും ആകാംക്ഷയോടെ ടി വിയിലേക്ക് നോക്കിയിരിക്കുകയാണ്. ആ സമയത്ത് ഒരാകാംക്ഷയില്ലാതെ റബ്സൺ ആംബുലൻസിന് നേരെ നടന്നു. ആംബുലൻസിൻ്റെ പുറത്ത് തന്നെ ഡോക്ടർ നിൽക്കുന്നുണ്ട്. റബ്സൺ അടുത്ത് എന്ന് ചോദിച്ചു, ഈ ആംബുലൻസിൻ്റെ ഡോറൊക്കെ എങ്ങനെ എയർ ടൈറ്റ് ആണോ? ആണ്, AC ഉള്ളതാണല്ലോ, അതുകൊണ്ട് എയർ ടൈറ്റ് ആണ്. നല്ല കാര്യം. ഈ പരിപാടികളെല്ലാം കഴിഞ്ഞ് ജേർണലിസ്റ്റുകൾ റിപ്പോർട്ട് എഴുതാൻ അകത്ത് കയറുന്ന നേരം, താങ്കൾ CUB എന്ന് കേട്ടിട്ടുണ്ടോ? ഡോക്ടർ ഇങ്ങനെ ഒരു ചോദ്യഭാവത്തിൽ റബ്സനെ നോക്കുകയാണ്. ക്ലസ്റ്റർ ബോംബ് യൂണിറ്റ്സ് ഇവിടെ ആക്റ്റീവ് ആവും. സംഭവിക്കാൻ പോകുന്നത് അത് പെട്ടെന്ന് ചുറ്റുമുള്ള ഓക്സിജനെ വലിച്ചെടുക്കും. അതോടെ ആ പരിസരത്ത് കുറച്ചു നേരത്തേക്ക് ഓക്സിജൻ സപ്ലൈ ഉണ്ടാവില്ല. ആ സമയത്ത് അവിടെ നിൽക്കുന്നവർ അതിശക്തമായ ശ്വാസം മുട്ടൽ അനുഭവപ്പെടും. താങ്കൾ ആ സമയത്ത് ആംബുലൻസിൻ്റെ അകത്ത് കയറുക, വാതിലടയ്ക്കുക, ഇതിൻ്റെ അകത്തുള്ള ഓക്സിജൻ സിലിണ്ടർ കുറച്ച് നേരത്തേക്ക് ഓൺ ചെയ്തിടുക. ഡോക്ടർ അങ്ങനെ അമ്പരന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇതിൽ സാധാരണക്കാരും മരിക്കാൻ ചാൻസ് ഇല്ലേ? ഇല്ല, അതിനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യും. ജേർണലിസ്റ്റുകളെല്ലാം നമ്മുടെ ബസ്സിൻ്റെ അകത്തായിരിക്കും, പ്രസിഡന്റിൻ്റെ ആൾക്കാരെല്ലാം ആ ബസ്സിൻ്റെ അകത്തായിരിക്കും. അതിനുള്ള പ്ലാനിങ് ഞാൻ ചെയ്യും. അങ്ങനെ അവർ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഫോൺ അടിച്ചു. ബ്രാൻസൺ ഫോൺ എടുത്തു. അപ്പുറത്ത് ഹാഗൻ ബാക്ക് ആയിരുന്നു. നിങ്ങളുടെ TV ഷോയ്ക്ക് ഒരു ഡിലേ വന്നിട്ടുണ്ടെന്നറിയാം. ഇനി കുറച്ചു നേരം എൻ്റെ ഒരു TV ഷോ എല്ലാവരും കാണാൻ പോവുകയാണ്. തൽക്കാലം നിങ്ങളുടെ ലൈൻ ഞാൻ ഓഫ് ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അധികം വൈകാതെ TV ഹാഗൻ ബാക്കിൻ്റെ മുഖം തെളിഞ്ഞു. ലോകം മുഴുവൻ അപ്പം കാണുന്നത് ബ്രാൻസനല്ല, ഹാഗൻ ബാക്കിനെയാണ്. ഹാഗൻ ബാക്ക് പതിവ് ആ ഒരു ശാന്തതയോടെ തന്നെ പറഞ്ഞു, ബ്രാൻസൻ്റെ ഷോ എല്ലാവരും കണ്ടു കഴിഞ്ഞല്ലോ. ഇനി ബ്രാൻസൻ്റെ ഷോയ്ക്കിടയിൽ അയാളുടെ ഗ്യാങ്ങിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. പെട്ടെന്ന് ക്യാമറ ഫോക്കസ് ചെയ്യുന്നത് വാനിഫാൻ്റെ മുഖത്തേക്കാണ്. വാനിഫാൻ കൂടെ പോലീസ് ചീഫ്, മിലിറ്ററി ഡെപ്യൂട്ടി ചീഫ്, നേവി ചീഫ്, ഇത്രയും ആൾക്കാരുമായിട്ട് നല്ല ഫ്രീ ആയി സംസാരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നു. ഹാഗൻ ബാക്ക് പറഞ്ഞു, ഇപ്പം നിങ്ങൾ കാണുന്നത് ബ്രാൻസന്റെ ഏറ്റവും വിശ്വസ്തനായ അനുയായി വാനിഫാനാണ്. നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും വാനിഫാൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന്. വാനിഫാൻ കൂറുമാറിയിരിക്കുന്നു. വാനിഫാൻ ഇപ്പം ഞങ്ങളുടെ കൂടെയാണ്. അയാളുടെ ആ ഒരു മുഖഭാവത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ക്യാമറ വീണ്ടും വാനിഫാനെ ഫോക്കസ് ചെയ്യുന്നു. വാനിഫാൻ വളരെ ശാന്തമായി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഡ്രഗ്സിൻ്റെ എഫക്റ്റിലാണെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. വീണ്ടും ഹാഗൻ ബാക്ക് പറയാൻ തുടങ്ങി, വാനിഫാൻ കൂറുമാറാൻ കാരണം എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഈ ഓപ്പറേഷൻ്റെ തുടക്കത്തിൽ തന്നെ ബ്രാൻസണും വാനിഫാനും തമ്മിൽ ഒരു എഗ്രിമെൻറ്റിലെത്തിയിരുന്നു. ഇത്തവണത്തെ പ്രതിഫലം 50-50 വീതിക്കുക, ബാക്കിയുള്ള ആൾക്കാരെല്ലാം ഒഴിവാക്കുക. ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ സംഭവിക്കാം. ഒന്നുകിൽ ഒന്നും കൊടുക്കാതെ ഇവർ രണ്ടാളും രക്ഷപ്പെട്ടു എന്നിരിക്കും, അതല്ലെങ്കിൽ അവരെല്ലാം ഇവർ കൊന്നുവന്നിരിക്കും. വാനിഫാൻ തുടക്കത്തിൽ അതിനനുകൂലിച്ചെങ്കിലും കൂടുതൽ ആലോചിക്കും തോറും അയാൾക്ക് പേടി വന്നു തുടങ്ങി.
അവസാനം ഇന്ന് പുലർച്ചെ 1 മണിയോടെ അയാൾ പാലം വിട്ടു, ഞങ്ങളുടെ അടുത്തെത്തി. ലോകം മുഴുവൻ ഇതെല്ലാം കേട്ട് അങ്ങനെ അത്ഭുത സ്തബ്ധരായി നിൽക്കുകയാണ്. ബ്രാൻസൺ നേരത്തെ ഉണ്ടായിരുന്നതിലും കൂടുതലായി ഉയർക്കാൻ തുടങ്ങി. ഡിസ്കാർഡ് എടുത്ത് വന്ന് പറഞ്ഞു, സാർ, ഇത് മുഴുവൻ ഇവർ നമ്മളെ മാനസികമായി തകർക്കാൻ ചെയ്യുന്നതാണ്. ഫാൻ അവർ ഡ്രഗ്സ് കൊടുത്തായിരിക്കും ഇത്രയും ചെയ്തിരിക്കുന്നത്. ബ്രാൻസൺ പറഞ്ഞു, ആയിരിക്കാം, പക്ഷെ ഇപ്പം അതല്ല പ്രശ്നം. ഇത് കേൾക്കുന്ന നമ്മുടെ ബാക്കിയുള്ള ആൾക്കാരുടെ അവസ്ഥ. ആ സമയത്ത് ക്രൈസ്ലർ ഓടി അടുത്ത് വന്ന് പറഞ്ഞു, സാർ, എന്നെ ആ കൂട്ടത്തിൽ പെടുത്തരുത്. ബ്രാൻസൺ പറഞ്ഞു, നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി, പക്ഷേ ബാക്കിയുള്ള ആൾക്കാരൊക്കെ 1 കൊല്ലത്തിന് താഴെയായിട്ടേ ഉള്ളൂ നമ്മുടെ കൊണ്ടിട്ട്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ഇതെങ്ങനെ കണക്കാക്കും എന്ന് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ആ സമയത്താണ് ഹാഗൻബാക്കിൻ്റെ ഒരു ആവേശഭരിതമായ ഒരു സ്വരം ടി വിയിലെല്ലാവരും കേൾക്കുന്നു, അദ്ദേഹത്തിൻ്റെ രൂപം കാണുന്നു. വാനിഫാൻ നേരത്തെ ഞങ്ങളോട് പറഞ്ഞിരുന്നു, ഇന്ന് തന്നെ 4 പേരുടെ പാലത്തുനിന്ന് പെട്ടെന്ന് ഇവിടെ എത്തുമെന്ന്. ഇതാ പറഞ്ഞ പോലെ സംഭവിച്ചിരിക്കുന്നു. പറഞ്ഞവർ ഫോക്കസ് ചെയ്യുന്നത് ആ സൗത്ത് ടവറിലേക്ക് ബോംബ് ഇംപ്ലാന്റ് ചെയ്യാൻ പോയ 4 മുഖങ്ങളിലേക്കാണ്. അവരും പക്ഷേ വളരെ കൂളായിട്ടാണ് സംസാരിക്കുന്നത്. ഒരു ടേബിളിന് ചുറ്റുമായിട്ടിരിക്കുകയാണ് ആ 4 ആൾക്കാരും, കൂടെ കാർമോഡിയും റോഗേഴ്സും. ടേബിളിൻ്റെ നടുക്കായിട്ട് ഒരു സ്കോച്ച് വിസ്കിയുടെ കുപ്പി ഇരിപ്പുണ്ട്. എല്ലാവരുടെയും മുമ്പിൽ പകുതി ഒഴിഞ്ഞ ഓരോ ഗ്ലാസ് ഉണ്ട്. ആ റൂമിൻ്റെ 4 പാടും മെഷീൻ ഗണ്ണുമായി നിൽക്കുന്ന ഗാർഡുകളെ മാത്രം ടി വി ക്യാമറയിൽ കാണില്ല. അപ്പോൾ ഈ രംഗങ്ങളെല്ലാം ആംബുലൻസിൻ്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് ഡോക്ടറും റഫ്സനും കാണുന്നുണ്ട്. ഡോക്ടറും എല്ലാം ചോദിച്ചു, ഇതും താങ്കളുടെ ബുദ്ധിയാണോ? റഫ്സൻ പറഞ്ഞു, അല്ല, ഇത് മാത്രം എൻ്റെ ചീഫിൻ്റെ ബുദ്ധിയാണ്. റഫ്സൻ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തെത്തി. ക്യാപ്റ്റൻ ചോദിച്ചു, ഞാനൊരു സംശയം ചോദിക്കട്ടെ? പറഞ്ഞു, താങ്കൾ ശരിക്കും ഒരു ക്യാമറാമാൻ ആണോ, FBI ഏജൻ്റാണോ? റഫ്സൻ പറഞ്ഞു, ഇനിയിപ്പോൾ എന്തായാലും എനിക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാതെ കഴിഞ്ഞു. താങ്കൾക്ക് കാര്യം ഏകദേശം മനസ്സിലായിട്ടുണ്ടല്ലോ. നമുക്കേ കുറച്ച് നേരം ഒന്നിങ്ങനെ നടന്നുകൊണ്ട് സംസാരിക്കാം. അവർ നടന്നു. ആ നടക്കുന്നതിനിടയിൽ ക്യാപ്റ്റന് ചില നിർദ്ദേശങ്ങൾ റഫ്സൻ കൊടുക്കുകയാണ്. അല്പം കഴിഞ്ഞ് അവർ നടത്തം നിർത്തി. പിരിയാൻ നേരത്തെ റഫ്സൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഏതായാലും ഒരു കാര്യത്തിന് എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ ക്യാപ്റ്റൻ ഇങ്ങനെ ഒരു ചോദ്യഭാവത്തിൽ റഫ്സനെ നോക്കുകയാണ്. താങ്കൾ ഊഹിച്ചു ഞാനൊരു FBI ഏജൻ്റാണെന്ന്. ക്യാപ്റ്റൻ പറഞ്ഞു, അതെ, പക്ഷെ താങ്കളുടെ പേര് ബ്രാൻസൺ അല്ലല്ലോ. ഇതേ സമയത്ത് റഡാർ സ്റ്റേഷനിൽ ചില ചർച്ചകൾ നടക്കുകയാണ്. അവിടെ ബ്രാൻസന്റെ അനുയായികളായ പാർക്കറും 4 പേരും ഉണ്ട്. ഗിസ്കാർഡ് ഇപ്പം ബ്രാൻസന്റെ കൂടെയാണല്ലോ. അവർ പരസ്പരം സംസാരിക്കുകയാണ്. ഇതാണ് അവസ്ഥയെങ്കിൽ നമ്മൾ പോലീസിന് കീഴടങ്ങുന്നതായിരിക്കും നല്ലത്. പാർക്കർ പറഞ്ഞു, ശരിയാണ്, ബ്രാൻസൺ നമ്മളെ കൊല്ലുന്നതിനേക്കാൾ നല്ലത് പോലീസ് എന്തായാലും നമ്മളെ കൊല്ലില്ല, ജയിലിലിടേ ഉള്ളൂ. അവിടെ നിന്ന് അവർ ഫോൺ എടുത്തു, ഹെൻഡ്രിക്സിനെ വിളിച്ചു. അല്പം കഴിഞ്ഞ് ടി വിയിൽ വീണ്ടും ഹാഗൻബാക്കിൻ്റെ മുഖം തെളിഞ്ഞു. ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ കാഴ്ച കാണിച്ചു തരാൻ പോവുകയാണ്. വീണ്ടും ലോകം മുഴുവൻ ടി വിയിലേക്ക് ഉറ്റുനോക്കുകയാണ്. ആ സമയത്ത് പിന്നെ കാണുന്നത് റഡാർ സ്റ്റേഷൻ്റെ മുന്നിൽ നിന്നുള്ള ഒരു ലൈവ് ടെലികാസ്റ്റാണ്. ഹെൻഡ്രിക്സ് പാർക്കറുടെയും സംഘത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. കൂടെ തോക്കുകളൊക്കെ പിടിച്ചുകൊണ്ട് കുറച്ച് പോലീസുകാരുമുണ്ട്. പാർക്കറും സംഘവും ശാന്തരായി അവരുടെ അടുത്തേക്ക് വരുന്നു. എല്ലാം നോക്കി അമ്പരന്നിരിക്കുകയാണ് ബ്രാൻസൺ. ഹെൻഡ്രിക്സ് അവരോട് ചോദിക്കുന്നത് ലോകം മുഴുവൻ കേൾക്കാം. ഞാൻ പോലീസ് ചീഫ് ഹെൻഡ്രിക്സ്, നിങ്ങളൊക്കെ ആരാ? അപ്പുറത്തുനിന്ന് മറുപടി വന്നു, ഞാൻ പാർക്കർ, ഇവരൊക്കെ എൻ്റെ അനുയായികളാണ്, ഞങ്ങളെല്ലാം ബ്രാൻസന്റെ അനുയായികളാണ്, ഞങ്ങൾ കീഴടങ്ങുന്നു. ഇന്നത്തെ ബ്രാൻസന്റെ TV ഷോ വാസ്തവത്തിൽ ഹാഗൻബാക്കിൻ്റെ ഒരു TV ഷോയായി മാറി. ബ്രാൻസന്റെ സംഘം ഗ്രൂപ്പുകളായി തിരിഞ്ഞിരിക്കുന്നു.
അതിലെ 10 ആൾക്കാർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ബ്രാൻസൺ ഇപ്പോൾ വിശ്വസിക്കാവുന്ന ആകെ 2 ആൾക്കാരേ ഉള്ളൂ കൂടെ, ഗിസ്കാർഡും ക്രൈസ്ലറും. പിന്നെ ബ്രാൻസന് പിണക്കാൻ പറ്റാത്ത 2 ആൾക്കാരുണ്ട്. അത് നമ്മുടെ പൈലറ്റുമാരാണ്, ജോൺസണും ബ്രാഡ്ലി. അവർ കൂറുമാറിയാൽ കഴിഞ്ഞു. ഹെലികോപ്റ്ററൊന്നും പൊങ്ങില്ല, രക്ഷപ്പെടാൻ പറ്റില്ല. ഏകദേശം ഉച്ചയായി, വെയിൽ കനത്തു. എല്ലാവരും ബസ്സുകളുടെ അകത്തേക്ക് കയറി. ആ സമയത്ത് ഗ്രഫ്റ്റൻ ജനറൽ കാട്ട്ലാൻഡിനെ നോക്കി ഒരു ആംഗ്യം കാണിച്ചു. അവർ തമ്മിൽ നേരത്തെ കുറച്ച് നേരം സംസാരിച്ചിരുന്നു. റബ്സൺ പറഞ്ഞേൽപ്പിച്ച കാര്യങ്ങളെല്ലാം ഗ്രഫ്റ്റൻ കാട്ട്ലാൻഡിനോട് പറഞ്ഞു കഴിഞ്ഞു. കാട്ട്ലാൻഡ് തലകുലുക്കി. അവരും അവരുടെ ബസ്സിൻ്റെ അകത്തേക്ക് കയറി. അവരുടെ ബസ്സിൻ്റെ അകത്തെല്ലാം കയറിയതോടെ അതിൻ്റെ അകത്ത് ആയുധധാരിയായ ഗാർഡുണ്ട്, മാക്ക്. അയാൾ പതിവ് പോലെ ബസ്സിൻ്റെ ഡോറെല്ലാം ലോക്ക് ചെയ്തു. താക്കോൽ അയാളുടെ പോക്കറ്റിലിട്ടു. റബ്സൺ അയാളുടെ വൈറ്റ് പെന്ന് പുറത്തെടുത്തു. അത് അതിൻ്റെ അകത്തുള്ള ഗാർഡിൻ്റെ കഴുത്തിലേക്കൊന്ന് പ്രയോഗിച്ചു. പാലത്തിൽ ആ സമയത്ത് ബ്രാൻസൻ്റെ അനുയായികളും ബ്രാൻസനും മാത്രം. പെട്ടെന്നൊരു സ്ഫോടന ശബ്ദം ഏകദേശം 150 മീറ്റർ അപ്പുറത്ത് കേൾക്കുന്നു. അവിടെ ആകെ പുക പരക്കുന്നു. എന്താണെന്ന് പുറത്തുള്ളവർക്ക് മനസ്സിലാവുന്നതിന് മുമ്പ് അവരുടെ തൊട്ടടുത്തുനിന്ന് അടുത്ത ഒരു സ്ഫോടന ശബ്ദം. വീണ്ടും ശക്തമായ പുക. ആ പുക ശ്വസിച്ച് എല്ലാവർക്കും ശ്വാസം മുട്ടാൻ തുടങ്ങി. അവരെല്ലാം ഓടി ചെന്ന് ബ്രാൻസന്റെ ബസ്സിൻ്റെ അകത്തേക്ക് കയറി. ബ്രാൻസൺ ചുമച്ച് ആകെ അവശനായിരിക്കുകയാണ്. കണ്ണിൽ നിന്ന് കുടുകുടാ വെള്ളം ഒഴുകുന്നു. ആകെ അല്പമെങ്കിലും ഒന്ന് നിവർന്ന് നിൽക്കാവുന്നത് ഗിസ്കാർഡിന് മാത്രമാണ്. ക്രൈസ്ലർ ആകെ തളർന്നിരിക്കുന്നു. ബ്രാൻസന്റെ ബാക്കിയുള്ള അനുയായികളും തീരെ അവശരായിട്ട് ബസ്സിൻ്റെ അകത്ത് എത്തിയിട്ടുണ്ട്. ബ്രാൻസൺ വല്ലാത്ത ഒരു അവശതയോടെ പറഞ്ഞു, AC ഫുള്ളാക്കിയിട്ട് ഇത് CUB ആണ്. എന്തായാലും നമ്മൾ ഡോക്ടറെ പോലെയല്ല, ഗിസ്കാർഡിന് CUB എന്ന് കേട്ടതും മനസ്സിലായി. അവർ AC ഫുള്ളാക്കി അതിൻ്റെ അകത്ത് തന്നെ കുറേ നേരം ഇരുന്നു. ഒരുവിധം ഒരു ആശ്വാസത്തിൽ വന്നു. പെട്ടെന്ന് ബ്രാൻസൺ പുറത്തേക്ക് നോക്കുമ്പോൾ പുകയെല്ലാം ശാന്തമായിരിക്കുന്നു. പ്രസിഡന്റിൻ്റെ ബസ്സിൻ്റെ അകത്ത് ജനറൽ കാട്ട്ലാൻഡ് അയാൾക്ക് നേരത്തെ ഡോക്ടർ വഴി റബ്സൺ എത്തിച്ചു കൊടുത്തിരുന്ന സയനൈഡ് ഗൺ കയ്യിലെടുത്തു. നേരെ ഗാർഡിൻ്റെ അടുത്തേക്ക് നടന്നു. എന്തോ ഒരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ ഗാർഡ് കാണുന്നത് അയാളുടെ നേരെ പിസ്റ്റളും ഞെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ജനറലിനെയാണ്. ജനറൽ പറഞ്ഞു, തോക്ക് ചെറുതാണെന്ന് കാണണ്ട, ഇതിൽ സൈനൈഡാണ്. ഷൂട്ട് ചെയ്ത് അത് നിന്റെ സ്കിന്നിൽ തട്ടിയാൽ മതി, നീ മരിച്ചു. നിന്റെ കയ്യിലുള്ള തോക്കിങ്ങിതാ. ഗാർഡ് ഒന്നും മിണ്ടാതെ ആ തോക്കെടുത്ത് കൈ കൊടുത്തു. ഡോറിൻ്റെയൊക്കെ താക്കോലിങ്ങെടുക്ക്, അതും എടുത്ത് കൈ കൊടുത്തു. എന്ന് പറഞ്ഞു, ഞാൻ ഈ രാജ്യത്തിൻ്റെ മിലിറ്ററിയുടെ ചീഫാണെന്നറിയാലോ. അറിയാം. ഇതൊരു എമർജൻസി സിറ്റുവേഷനാണ്. ഒരു എമർജൻസി സിറ്റുവേഷനിൽ എനിക്ക് എന്തും ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട്. ഈ സുപ്രീം കോടതിയോടും പ്രസിഡന്റിനോട് പോലും എനിക്ക് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമേ ഇല്ല. അറിയാം. എന്നാണ് ഇത് നടക്ക്. നേരെ പോയത് ആ ബസ്സിൻ്റെ പുറകെ വാഷ്റൂമിൻ്റെ ഡോറിൻ്റെ അവിടെ എത്തി. കാട്ട്ലാൻഡ് പറഞ്ഞു, ആ ഡോറ് തുറന്നു. പിന്നെ സംഭവിച്ചത്, അയാളുടെ കയ്യിൽ നിന്ന് എടുത്ത പിസ്റ്റൾ കൊണ്ട് അയാളുടെ തലയ്ക്കൊരു അടി കൊടുത്തു. അയാൾ ബോധമില്ലാതെ നേരെ ആ വാഷ്റൂമിൻ്റെ അകത്തേക്ക് വീണു. കാട്ട്ലാൻഡ് ഡോർ അടച്ചു. ബ്രാൻസൺ ഓടി പ്രസിഡന്റിൻ്റെ ബസ്സിൻ്റെ അടുത്തെത്തി. ഡോറ് ഹാൻഡിലിൽ പിടിച്ച് വലിച്ചു. രക്ഷയില്ല, തുറക്കുന്നില്ല. എവിടെയും ഡ്രൈവർ സീറ്റിൻ്റെ ഡോറിലും ഓപ്പോസിറ്റ് ഡോറിലും എല്ലാ ഭാഗങ്ങളിലും പോയി പിടിച്ചു വലിക്കുകയാണ്. ഒന്നും തുറക്കുന്നില്ല. തോക്കെടുത്ത് ആ ലോക്കിലേക്ക് വെടിവെച്ച് നോക്കി. രക്ഷയില്ല. കാരണം പ്രസിഡന്റിൻ്റെ ബസ് ആ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പുറത്തുനിന്നുള്ള ഒരു ആക്രമണവും കൊണ്ട് അതിനെ തകർക്കാൻ കഴിയില്ല. ജേർണലിസ്റ്റുകളുടെ ബസ്സിൽ റബ്സൺ ബോധം കെട്ട് വീണ ഗാർഡിനെ തൂക്കിയെടുത്ത് ഏറ്റവും ബാക്കിലുള്ള സീറ്റിൻ്റെ അടിയിൽ കൊണ്ടിട്ടു. ഗ്രഫ്റ്റൻ അവരോടെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നു. ആരും കൂടുതൽ ഒച്ചയമ്പകളൊന്നും ഉണ്ടാക്കിയില്ല. റബ്സൺ ബസ്സിന് പുറത്തേക്ക് ഇറങ്ങി. അടുത്ത നിമിഷം ബ്രാൻസൺ വന്ന ബസ്സിൻ്റെ അകത്ത് കയറി.
ബ്രാൻസൺ ചോദിച്ചു, ഇവിടെ ഇരുന്ന ഗാർഡ് എവിടെ? ഗ്രഫ്റ്റൻ പറഞ്ഞു, അയാൾ ഇറങ്ങി ഓടുന്ന കണ്ടു. എങ്ങോട്ട്? നോർത്ത് ടവറിൻ്റെ നേരെ. ബ്രാൻസൺ അമ്പരന്നിങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് റബ്സന്റെ സീറ്റിലേക്ക് നോക്കി. അവിടെ റബ്സനെ കാണാനില്ല. റബ്സൻ എവിടെ? റബ്സൻ ഇതാ ഇവിടെ നിന്ന് ഇപ്പം ഇറങ്ങി പോകുന്നുണ്ട്. അതെവിടേക്കാണ് പോയത്? മറ്റേ ആൾ പോയ വഴിക്കാണെന്ന് തന്നെ തോന്നുന്നത്. ബ്രാൻസൺ പുറത്തിറങ്ങി. ഇതിനിടയിൽ കാട്ട്ലാൻഡ് ഒരു കാര്യം ചെയ്തിരുന്നു. ആ ഡ്രൈവർ സീറ്റിൻ്റെ വിൻഡ് ഗ്ലാസ് ഒന്ന് താഴ്ത്തി ആ ഡോറിൻ്റെ താക്കോല് പുറത്തേക്കിട്ടു. വീണ്ടും ഗ്ലാസ് ഉയർത്തി അദ്ദേഹം ഒന്നും അറിയാത്ത പോലെ അവിടെ ഇരിപ്പായി. ജേർണലിസ്റ്റുകളുടെ ബസ്സിൽ നിന്ന് തിരിച്ച് സ്വന്തം ബസ്സിലേക്ക് പോകുന്ന ബ്രാൻസൺ ആ താക്കോല് കണ്ടു. അയാൾ താക്കോല് കയ്യിലെടുത്തു. ആ നിമിഷം തന്നെ അയാൾ ഗിസ്കാർഡിനെയും ക്രൈസ്ലറെയും ജോൺസനെയും ബ്രാഡ്ലി എല്ലാം വിളിക്കുകയാണ്. വിളിച്ചു പറഞ്ഞു, വേഗം നിങ്ങൾ ഹെലികോപ്റ്റർ റെഡിയാക്കിക്കോ. നമ്മുടെ ബാക്കിയുള്ള ഗാർഡുകളെയും കൊണ്ട് ജോൺസൺ ആദ്യം പോട്ടെ. ഞാനും ഗിസ്കാർഡും ക്രൈസ്ലറും ബന്ദികളെയും കൊണ്ട് പുറകെ വരാം. അങ്ങനെ ജോൺസൺ ഏറ്റവും മുമ്പിൽ വന്നിരുന്ന ഹെലികോപ്റ്റർ എടുത്തു. അതിൻ്റെ അകത്ത് ആ പാലത്തിൽ ബ്രാൻസൻ്റെ അനുയായികളെല്ലാം കയറി ആ ഹെലികോപ്റ്റർ അവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്തു. ബ്രാൻസനും ഗിസ്കാർഡും ക്രൈസ്ലറും തോക്കുകളുമായിട്ട് പ്രസിഡന്റിൻ്റെ ബസ്സിൻ്റെ അകത്തേക്ക് കയറി. അവരെല്ലാം തോക്കും മുന്നിൽ നിർത്തി കൊണ്ടുവന്ന് മറ്റേ ഹെലികോപ്റ്ററിൽ കയറ്റി. ബ്രാഡ്ലി എൻജിൻ സ്റ്റാർട്ട് ചെയ്തു. എൻജിൻ സ്പീഡ് കൂടിക്കൂടി വരുന്നുണ്ട്. പക്ഷേ ഹെലികോപ്റ്റർ പൊങ്ങുന്നില്ല. അതിനിടയിൽ ഒരു ശബ്ദം അവർ കേട്ടു. ബ്രാഡ്ലി സൈഡ് വിൻഡോയിൽ കൂടെ പുറത്തേക്ക് നോക്കി. ഹെലികോപ്റ്ററിൻ്റെ റോട്ടർ, അതായത് ആ മുകളിൽ കറങ്ങുന്ന ഭാഗം ഗോൾഡൻ ഗേറ്റ് റിവറിലേക്ക് വീണു പോകുന്നു. സംഭവിച്ചത് റോബ്സൺ നേരത്തെ പ്ലാൻ ചെയ്തതനുസരിച്ച് സൗത്ത് ടവറിൽ നിന്ന് ഒരു ലേസർ ഗൺ ആ റോട്ടറിൻ്റെ ഷാഫ്റ്റ് മുറിച്ചു. ഈ സമയത്ത് ഏറ്റവും ബാക്ക് സീറ്റിൻ്റെ അടിയിൽ നിന്ന് റബ്സൺ മെല്ലെ എണീറ്റ് പുറത്തേക്ക് വന്നു. ഇത്രയും നേരം വല്ലാത്തൊരു കിടപ്പായിരുന്നു. കാരണം വളരെ ഇടുങ്ങിയൊരു സ്പേസാണ്. ഒന്ന് എണീറ്റ് ഒന്ന് സ്ട്രെച്ചൊക്കെ ചെയ്തതിന് ശേഷം അദ്ദേഹം പോക്കറ്റിൽ നിന്ന് വൈറ്റ് പെന്ന് പുറത്തെടുത്തു. ഏറ്റവും പുറകെ തോക്കും പിടിച്ചുകൊണ്ടിരിപ്പുണ്ട് ഗിസ്കാർഡും ക്രൈസ്ലറും. വളരെ പെട്ടെന്ന് തന്നെ രണ്ടുപേരുടെയും കഴുത്തിന് പിന്നിലേക്ക് ഓരോ നീഡിൽ ഇഞ്ചക്ട് ചെയ്തു. അവർ രണ്ടാളും ബോധം കെട്ടോടെ വീണു. പക്ഷേ അവർ ബോധം കെട്ട് വീണ ആ ശബ്ദം അത് ആ ഹെലികോപ്റ്ററിൻ്റെ എഞ്ചിൻ്റെ സൗണ്ടിനെ പോലും കവച്ചു വയ്ക്കുന്ന രീതിയിലായിരുന്നു. കാരണം രണ്ടുപേരെടുത്തും മെഷീൻ ഗണ്ണുണ്ട്. ഈ ഹെലികോപ്റ്ററിൻ്റെ ഫ്ലോർ എന്ന് പറയുന്നത് മെറ്റലാണ്. ആ മെറ്റലും കൂട്ടിയിടിക്കുമ്പോഴുള്ള ശബ്ദം. ബ്രാൻസൺ ചാടി എണീറ്റു, പോക്കെടുത്തു. തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് റബ്സനെയാണ്. പക്ഷെ റബ്സൻ്റെ പ്രശ്നമുണ്ട്. ഈ പെന്നിൻ്റെ നീഡിൽ ഏകദേശം 5 മീറ്ററിന് അപ്പുറത്തോട്ട് പോകില്ല. അതുകൊണ്ട് ബ്രാൻസനെ എയിം ചെയ്യാൻ പറ്റില്ല. റബ്സൺ പെട്ടെന്ന് ആ സീറ്റിൻ്റെ പുറകേക്ക് തന്നെ മറഞ്ഞു. ബ്രാൻസൺ നീട്ടിപ്പിടിച്ച തോക്ക് പുറകേക്ക് വരികയാണ്. പക്ഷെ പെട്ടെന്ന് പ്രസിഡന്റ് അയാളുടെ കയ്യിലിരുന്ന ആ വടി, അത് തലേ ദിവസം രാവിലെ നമ്മൾ കണ്ടതാണ്, ചുമ്മാ ഒരു ഗമയ്ക്കൊരു വടി കൊണ്ട് നടക്കുകയാണ്. ആ വടിക്കൊരു ഉപകാരം ഉണ്ടായത് ഇപ്പോഴാണ്. അതുകൊണ്ട് ബ്രാൻസനെ ആഞ്ഞടിച്ചു. ഒരു നിമിഷത്തെ വേദനയിൽ ബ്രാൻസൺ ഒന്ന് ഞെട്ടി, ഒന്ന് തിരിഞ്ഞു. പെട്ടെന്ന് അയാളുടെ കയ്യിൽ നിന്ന് പിസ്റ്റൾ താഴെ വീണു. ആ സമയം റബ്സൺ നിവർന്നു. കയ്യിൽ ഗിസ്കാർഡിൻ്റെ മെഷീൻ പിസ്റ്റൾ. അദ്ദേഹം അതിൻ്റെ ടെലസ്കോപ്പിലൂടെ നോക്കി. മുന്നിൽ കാണുന്നത് ബ്രാൻസന്റെ തല മാത്രം. ഈ സമയത്ത് ആംബുലൻസ് സൗത്ത് ടവറിന് നേരെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഡ്രൈവർ. കാരണം പ്രസിഡന്റിൻ്റെ ബസ്സിലേക്ക് കയറുന്നതിന് മുമ്പ് വാർണിംഗ് കൊടുത്തിരുന്നു, പാലം ഞങ്ങൾ തകർക്കാൻ പോവാണ്, വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ടോ. ഡോക്ടർ ഡ്രൈവറുടെ ക്യാബിൻ്റെ ഗ്ലാസ്സിലൊന്ന് തട്ടി. ഡ്രൈവർ തിരിഞ്ഞു നോക്കി. ഡോക്ടർ ആംഗ്യം കാണിച്ചു വണ്ടി നിർത്തി. ഡോക്ടർ പുറത്തിറങ്ങി വന്ന് ഡ്രൈവറുടെ ഡോർ തുറന്നിട്ട് പറഞ്ഞു, വണ്ടി തിരിച്ചുവിട്, ഹെലികോപ്റ്റർ നിൽക്കുന്ന ഭാഗത്തേക്ക് പോകണം. ഡ്രൈവർ പറഞ്ഞു, അവരിപ്പോൾ പാലം തകർക്കും സാർ. സാറിന് എന്ത് പറ്റി? എനിക്കൊന്നും പറ്റിയിട്ടില്ല, പാലം തകർക്കുകയില്ല. പക്ഷേ അവിടെ നമ്മുടെ സഹായം ആവശ്യമുള്ള ആരെങ്കിലും ചിലപ്പോൾ ഉണ്ടാവും.
ആംബുലൻസിന് വാണിംഗ് കൊടുത്ത പോലെ തന്നെ ബ്രാൻസൺ ജേർണലിസ്റ്റുകളുടെ ബസ്സിനും വാണിംഗ് കൊടുത്തിരുന്നു. ആ ബസ് അപ്പോൾ നോർത്ത് ടവർ കഴിഞ്ഞ് പാലത്തിന് പുറത്താണ്. പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും ലെഫ്റ്റൻ പറഞ്ഞിരുന്നു ബസ് അവിടെ നിന്നു. അതിൽ നിന്ന് ലെഫ്റ്റനും ഏപ്രിൽ വെനസ്ഡേയും അങ്ങനെ കുറച്ച് ജേർണലിസ്റ്റുകൾ ഇറങ്ങി ആ ഹെലികോപ്റ്ററിന് നേരേക്ക് നടന്നു വരികയായിരുന്നു. പെട്ടെന്ന് അവിടേക്ക് ഒരു പോലീസ് കാർ വന്നു നിന്നു. അതിൽ നിന്ന് വൈസ് പ്രസിഡൻറ്റും പോലീസ് ചീഫും ഹാഗൻബാക്കും പുറത്തിറങ്ങി. അങ്ങനെ ആ പാലത്തിൽ ഏതാനും ജേർണലിസ്റ്റുകളുടെയും പ്രസിഡൻറ്റിൻ്റെയും അദ്ദേഹത്തിൻ്റെ അനുയായികളുടെയും പിന്നെ FBI ചീഫിൻ്റെ ഒരു സംഘം ആരുടെയും ഭീഷണിയില്ലാതെ സ്വതന്ത്രനായി നിൽക്കുകയാണ്. ഏപ്രിൽ വെനസ്ഡേ മെല്ലെ റഫ്സൻ്റെ അടുത്തേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടിച്ചു. അപകടമൊന്നുമില്ലല്ലോ? ഇല്ല. ആ സമയത്ത് പ്രസിഡന്റ് ചോദിച്ചു ഹാഗൻബാക്കിനോട്, ആരാണിത്? റഫ്സനെ ചൂണ്ടിയാണ് ചോദ്യം. ഹാഗൻബാക്ക് പറഞ്ഞു, ഇന്ന് FBI ഏറ്റവും നല്ല ഉദ്യോഗസ്ഥൻ. ഞാൻ അടുത്ത വർഷം റിട്ടയർ ആകുമ്പോൾ എൻ്റെ പിൻഗാമിയാക്കാം എന്ന് റെക്കമെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് പുഞ്ചിരിച്ചു. ആ സമയത്ത് ഹാഗൻബാക്ക് റഫ്സനോട് പറഞ്ഞു, മിസ്റ്റർ റഫ്സൻ, എത്രയും പെട്ടെന്ന് ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യുക, ഈ മിഷൻ്റെ ഒരു റിപ്പോർട്ട് തരിക. റഫ്സൻ പറഞ്ഞു, ഇപ്പോഴല്ല സർ, ഉച്ചയ്ക്ക് ശേഷം. ഉച്ചയ്ക്ക് ശേഷമോ? ഇപ്പം എന്താ? ഇന്ന് പുലർച്ചെ ഇവള് ചൂണ്ടിക്കാണിച്ചു തന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പം ജീവനോടെ ഇരിക്കില്ല. എൻ്റെ കഴുത്തിൽ ആ ട്രാൻസ്ഫർ റിസീവർ തൂങ്ങിക്കിടക്കുകയായിരുന്നു. അതിന് ഞാൻ അവൾക്ക് ഒരു ഡിന്നർ ഓഫർ ചെയ്തിട്ടുണ്ട്. അത് കൊടുത്തിട്ട് ഞങ്ങൾ ഓഫീസിലേക്ക് വരാം. ഈ നോവൽ ഇവിടെ അവസാനിക്കുകയാണ്.